ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. രേണുസുതിയാണ് കണ്ടന്റ്. ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ വന്ന വഴി തന്നെ പൊക്കോ. എന്താണെങ്കിൽ വിഷയത്തിലോട്ട് കിടക്കാം. സോഷ്യൽ മീഡിയക്കകത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് രേണുസുതിയുടെ എക്സ്ക്ലൂസീവ് കണ്ടൻസ് ആണ് വിഷയം. പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നോ, ആരാണ്ടൊക്കെയോ സബ്സ്ക്രിപ്ഷൻ ലീക്ക് ചെയ്തു എന്നോ, അതിനെ റിയാക്ട് ചെയ്തു എന്നോ ഏതാണ്ടൊക്കെയോ ആണ് നടക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില കണ്ടൻറ്റ്സ് അതിൽ പോസ്റ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? മണി കൊടുക്കണം. എന്താണെങ്കിൽ ഈ ഒരു സ്ത്രീ ഇങ്ങനൊരു ഇതിലോട്ട് പോവും എന്ന് കരുതിയില്ല. സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പുരുഷന്മാരെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ചില ക്ലീവേജോ ചില ഭാഗങ്ങൾ പിന്നെ പുള്ളിക്കാരിയുടെ ഭാഷാ ശൈലിയിൽ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ഇത് ലൈംഗിക ദാരിദ്ര്യമുള്ള പുരുഷന്മാർ അതിൽ അന്വേഷിച്ചാലും പൈസ കിട്ടും. അപ്പോൾ ഈ ഒരു പരിപാടി അറിയാം. എന്താണ്, പെണ്ണിൻ്റെ ഒരു ഇറച്ചിക്കഷ്ണം കണ്ടാൽ വീഴുന്ന ഇഷ്ടം പോലെ ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. എല്ലാവരും പറയുന്നില്ല, ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണ് എന്ന് നമുക്ക് പറയാം. കാരണം പുള്ളിക്കാരി തുടങ്ങിയപ്പോൾ തന്നെ അഹാനയേക്കാളും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ രേണുവിന് കിട്ടി എന്നുള്ള സംഭവങ്ങൾ നമ്മൾ കാണാനിടയായി. എന്തുകൊണ്ടാണ് കിട്ടിയത് എന്നുള്ളതും കൂടെ ആളുകൾ ചിന്തിക്കണം. കാരണം ഈ വക സാധനങ്ങൾ കാണിക്കുന്ന സമയത്ത് അത് കാണാനായിട്ടുള്ള താല്പര്യം ഉള്ള ആളുകൾ എന്ത് ചെയ്യും? പൈസ കൊടുത്തിട്ട് കയറും. അപ്പോൾ എന്ത് ചെയ്യാണ് പുള്ളിക്കാരി? സ്വന്തം ശരീരം ഇറച്ചി വിൽക്കുക, ഇറച്ചി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. അതും സുധിച്ചേട്ടന് വേണ്ടി എന്നാണ് പറയുന്നത്. ഏത് രീതിയിലാണ് അത് സുധിച്ചേട്ടന് വേണ്ടി ഇവർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. പറയുന്നത് മോശമാണ്, പക്ഷെ പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇവർ സ്വന്തം ശരീരം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അതാണ് സബ്സ്ക്രിപ്ഷൻ വഴി എന്നാണ് ക്യാഷ് ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അല്ലാണ്ട് ഇവർ അത് തുറന്നു വെച്ചിട്ട് ബൈബിൾ വായിക്കുക, ഖുറാൻ ഓതുക, അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുക, ഈ പരിപാടിയൊന്നുമല്ല അവിടെ ചെയ്യുന്നത്. ഇത് സബ്സ്ക്രിപ്ഷൻ വഴി ആളുകൾ അതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അരയും കുറയായിട്ടുള്ള തുണികൾ എന്ന് പറയാം. കാരണം വസ്ത്ര സ്വാതന്ത്ര്യത്തിന് നമ്മളെതിരല്ല. അവർ വസ്ത്രം ധരിച്ച സമയത്തൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ധരിച്ചോട്ടെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഇത് ഒരു വിഭാഗം ആളുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെ നമുക്ക് ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക? അത് നിങ്ങളൊന്ന് ചിന്തിക്കുക. വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കട്ടെ. അവർക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പ്രൈവറ്റ് ആക്കിക്കൊണ്ട് ചില ആളുകൾ മാത്രം ഇത് കണ്ടാൽ മതി. അതായത് പൊതുവെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിമർശനം കൂടും. കുട്ടികൾ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ് അവരെന്ത് ചെയ്തത്? സബ്സ്ക്രിപ്ഷൻ വഴി ആളുകളെ കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. എന്താണെങ്കിലും പുള്ളിക്കാരീൻ്റെ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലേ, പുള്ളിക്കാരീൻ്റെ വീഡിയോ ഒന്ന് ഞാൻ ചെറിയൊരു ഭാഗം കൂടെ കൊടുക്കാം, നിങ്ങളൊന്ന് കാണുക. ഷെഡിയാണോ കാണിക്കുന്നത്, ഏതാ കാണിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഏതോ ഒരു വശം നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറിൽ എന്തോ ഒരു സാധനം നിങ്ങൾ കണ്ടോ ഇവിടെ. അപ്പം അത് നോർമലായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാൾ ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊക്കി ചെയ്യും. പക്ഷേ സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട് ഇങ്ങനെ പൊക്കി അവിടെ കാണിക്കുന്നു, താത്തി വയറ് കാണിക്കുന്നു. ഇനി മുമ്പിലെ കാണാത്ത ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ വെച്ച് കാണിക്കുന്നു. അപ്പോൾ അത് എന്തിനു ചെയ്യുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം അവർ മുതലെടുക്കുന്നത് മറ്റുള്ളവരുടെ ലൈംഗിക ദാരിദ്ര്യം വെച്ചിട്ടാണ്. അപ്പോൾ എന്ത് കിട്ടും? ദുട്ട് കിട്ടും. അപ്പം ഇതിനെ നമ്മൾ മലയാള ഭാഷയിൽ വേറെ പല പേരുകളും വിളിക്കും. ശരീരം വിൽക്കുക, ശരീരം പ്രദർശിപ്പിച്ച് ക്യാഷ് ഉണ്ടാക്കുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന സ്ത്രീകളുടെ ഗണത്തിലോട്ടാണ് ഈ സ്ത്രീയുടെ പോക്ക് എന്ന് പറയേണ്ടി വരും. കാരണം കിച്ചു എന്ന് പറയുന്ന ഒരു ആൺകുട്ടി ഇവർക്ക് മകനായിട്ടുണ്ട്. പോരാത്തതിന് ഋതപ്പൻ വളർന്നു വരുന്ന ഒരാളാണ്. സബ്സ്ക്രിപ്ഷൻ വഴി സ്വന്തം ശരീരഭാഗങ്ങൾ ആളുകൾക്ക് പ്രദർശിപ്പിച്ച് കൊടുക്കുന്ന ഒരു സ്ത്രീയെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും മോശം സ്ത്രീ എന്ന് തന്നെ ആൾക്കാർ വിലയിരുത്തുള്ളൂ. അതല്ലാണ്ട് അവർ കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോസിൽ നമ്മളത് ശ്രദ്ധിക്കില്ല. പക്ഷേ ഇത് ഭയങ്കര നാറിയ പരിപാടി, മോശമായിപ്പോയി. ഇനി സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ വേണമല്ലോ. ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, എല്ലാവരും അത് ഫോളോ ചെയ്യണം എന്ന് പറയുന്ന ഒരു സാധനം. ആ ഒരു വീഡിയോ ഒന്ന് കേൾക്കാം. ഹായ് ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ അതെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമയമുള്ളതുപോലെ നിങ്ങളുടെ പൈസ മേടിച്ചിട്ട് ഞാൻ കാണിക്കാൻ എത്തും എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ അഭികാമ്യം. എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും. എക്സ്ക്ലൂസീവ് കണ്ടൻ്റൊക്കെ തരുന്നതായിരിക്കും. ചേച്ചീൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ്
അത് പറയുമ്പോഴുള്ള ആ ഒരു നാണം നോക്കണം കേട്ടോ. എന്താ ചേച്ചിക്ക് നാണം? ടൈം ഉള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ. സോ ലവ് യു സോ മച്ച്. വേണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചാടി പിടിച്ചോ. വീഡിയോ കാണുന്ന ആൾക്കാർ ആരാ വേണ്ട വെച്ചാൽ പുള്ളിക്കാരി ഒരുപാട് സ്നേഹത്തോടെ തരുന്നതാണ്. അതും സുധിച്ചേട്ടന് വേണ്ടി. ഇപ്പോൾ സുധിച്ചേട്ടന് കൊടുക്കാൻ പറ്റണില്ലല്ലോ, അപ്പോൾ അതും സുധിച്ചേട്ടന് വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ വിചാരിച്ചാൽ മതി. പോട്ടെ, ഇനി വൈകാതെ ടെലഗ്രാമിലൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇത് കണ്ടിട്ട് പുള്ളിക്കാരി ഉറഞ്ഞു തുള്ളുന്ന വേറൊരു വീഡിയോ ഉണ്ട്. ആരോടെ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ലീക്ക് ചെയ്തത്? ഞാൻ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യാണ്? എന്നോട് ചോദിക്കാണ്ട്, എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്നെ ഒരുമാതിരി ഊംഫിക്കുന്ന പരിപാടി എടുപ്പിക്കുകയല്ലേ നിങ്ങൾ? അല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ പിടിച്ച് സബ്സ്ക്രിപ്ഷനൊക്കെ ഓണാക്കി വെച്ച് പൈസയ്ക്ക് ചെയ്യുന്ന പരിപാടി നിങ്ങൾ വേറെ ആൾക്കാർക്ക് ചോർത്തി കൊടുക്കുക. അറുപൂറ് പരിപാടി. അയ്യോ, ഇനി നോക്കാം ബാക്കി. നമസ്കാരം, രേണുസുതിയാണ്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാലത്തെ അവസ്ഥ ഒന്ന് ആലോചിക്കും. ആലോചിക്കടാ, എല്ലാവരും ഇരുന്ന് ആലോചിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളെല്ലാവരും. പുള്ളിക്കാരി കഷ്ടപ്പെട്ട് സബ്സ്ക്രിപ്ഷന് വേണ്ടി ഒരു റീല് ക്രിയേറ്റ് ചെയ്ത്, നിങ്ങൾ അറിയണം, കേരളത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ ആളുകൾ അനുഭവിക്കുന്ന ദുരിതമായ കാര്യങ്ങളൊന്നുമല്ല പുള്ളിക്കാരി കഷ്ടപ്പെട്ട് റീലാക്കി ചിത്രീകരിക്കുന്നത്. സ്വന്തം പ്രൈവറ്റ് പാർട്സ് അവിടെ ഇവിടെയും കഷ്ടപ്പെട്ട് ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് റീലാക്കി അത് പൈസയ്ക്ക് കാണാൻ വേണ്ടി വിൽക്കുമ്പോൾ നിങ്ങൾ ഒരുമാതിരി തൊട്ടി സ്വഭാവം കാണിക്കുന്നു. നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ കാണുക. നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ കൊണ്ടേ കാണിക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ അവർ പൈസ കൊടുക്കട്ടെ. നിങ്ങൾ ചേച്ചീൻ്റെ വരുമാന മാർഗം വെറുതെ തടസ്സപ്പെടുത്തല കേട്ടോ. അടുത്ത അക്ക ഉയരാവാനുള്ള ആളാണ്. വെറുതെ നിങ്ങൾ പുള്ളിക്കാരനെ പിണക്കിയിട്ട് ഈ പരിപാടി നിർത്തിപ്പോയാൽ പൈസ കൊടുത്ത ആൾക്കാർക്ക് നഷ്ടമാണ്. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇനിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വേണ്ടി ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന അതെ ചേച്ചി, കാറ്റഗറി ആയിട്ടാണ് കണ്ടന്റ് കൊടുക്കുന്നത്. നമുക്കുള്ള കണ്ടന്റ് വേറെ തരുന്നുണ്ട്. ഇത് പുള്ളിക്കാരിക്ക് അരി മേടിക്കാനുള്ള കണ്ടന്റാണ് സബ്സ്ക്രിപ്ഷൻ വഴി ചെയ്യുന്നത്. അതുവരെ നിങ്ങളിങ്ങനെ വിറ്റ് പൈസയാക്കാവോ? നമുക്കുള്ളത് വേറെ സൈഡിൽ കൂടെ തരുന്നുണ്ട്. ഓൺലൈൻ മീഡിയാസ് വഴി, പുള്ളിക്കാരീൻ്റെ സ്റ്റോറിയൊക്കെ വഴി, പിന്നെ വീഡിയോസൊക്കെ വഴി, പ്രൈവറ്റ് ആക്കാത്ത. പക്ഷേ ചില ആൾക്കാരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചേച്ചി ചെയ്യുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പബ്ലിക് ആക്കുന്നത്? അതെടുക്കാൻ വേണ്ടി ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം എടുത്ത പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പൊ വിവരം അറിയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നാണ്. അത് വീതം വെച്ച് കൊടുത്തേക്ക് 4 ആക്കി വാങ്ങിച്ചു. ഒന്ന് രേണുസുതിക്ക്, ഒന്ന് ആറാട്ടണ്ണന്, ഒന്ന് അലൻ ജോസ് പെരേരയ്ക്ക്, പിന്നെ ഒന്ന് മറ്റേ അഭിലാഷ് ആട്ടയത്തിന്. നിങ്ങൾക്ക് 4 ആക്കും വീതം വെച്ച് തന്നേക്കാണ് മെറ്റ എന്ന പ്ലാറ്റ്ഫോം. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണുക. നീ സ്ക്രീൻഷോട്ട് നിന്റെ ഫോണിൽ വെച്ചോ. ഫോണിൽ വെച്ചേക്കാനോ? അപ്പോൾ ഈ ഫോണിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ പാകത്തിന് എന്താണെന്നാ ചേച്ചി കാണിക്കുന്നേ എന്ന് നാട്ടുകാരും കൂടെ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അവരത് പബ്ലിക് ആക്കിയത്.
അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പബ്ലിക് ആക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെയാണോ സബ്സ്ക്രിപ്ഷൻ വഴി ആളുകളെ കാണിക്കുന്നത്? ഇത്രയ്ക്ക് എന്താണ് ഇങ്ങനെ ഉറഞ്ഞു തുള്ളാൻ പാകത്തിന്? നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ മെറ്റക്കാരെ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ മെറ്റ കിട്ടിയിരുന്നെങ്കിൽ എടുത്ത് എറിയായിരുന്നു. എന്തോ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. മാനം വിറ്റ് പൈസ വാങ്ങുന്ന ആള് തന്നെ മാനനഷ്ടത്തിന് കൊണ്ട് കേസ് കൊടുക്കണം. ഭംഗിയായിരിക്കും. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയ വിവരം അറിയും നീയൊക്കെ, മനസ്സിലായോ? നീ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ വരും, അവരെന്തെങ്കിലും കാണിച്ചോട്ടെ, അവർ കാണിച്ചോട്ടെ, കാണിക്കണ്ടെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. കാണിച്ചോട്ടെ, കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടോട്ടെ. പക്ഷേ സെലിബ്രിറ്റി എന്ന് പറയരുത്. കുട്ടികളെ വഴിതെറ്റിക്കുന്ന ആരെയും അല്ലെങ്കിൽ നാട്ടുകാരെ വഴിതെറ്റിക്കുന്ന ഒരാളെയും നമ്മൾ സെലിബ്രിറ്റി എന്ന് പറയരുത്. സെലിബ്രിറ്റി എന്ന് പറയുന്നതിന് നല്ലത് ചെളിപറ്റി എന്ന് പറയുന്നതായിരിക്കും. കാരണം വേറൊന്നുമല്ല, ഇവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എതിലൊക്കെ പോകുന്നോ അതിലുള്ള ചെടികളെല്ലാം ദേഹത്ത് പറ്റിച്ചുകൊണ്ട് ഒരു ചളിക്കൊണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ രേണു അക്ക. ഇനി മുതൽ നമുക്ക് അക്ക എന്ന് വിളിക്കാം. സജീന ചേച്ചി ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കുമല്ലേ, പാവം പുള്ളിക്കാരി. എന്തൊക്കെ പറഞ്ഞാൽ ഈ വക കാര്യങ്ങളിൽ, വസ്ത്രധാരണത്തിൽ, പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള പരിപാടികളിലെല്ലാം ഡീസൻ്റാണ്. കാരണം ഒരു മകനുണ്ട്, മകൻ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരിക്ക് ആ ബോധമില്ല. അപ്പനും അമ്മയ്ക്കും ആ ബോധം തീരെയില്ല. ഞാനൊക്കെ ഇപ്പോഴും സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ എന്നെ കടിച്ച് കയറും. പക്ഷെ ഞാൻ പറയും വസ്ത്ര സ്വാതന്ത്ര്യം ഒരാളുടെ അവകാശമാണെന്ന്. പക്ഷെ അപ്പനൊന്നും മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വസ്ത്രമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ധരിച്ചോട്ടെ. അവർക്ക് വളർന്നിരുന്നൊരു മോനില്ലേ, നാളെ സബ്സ്ക്രിപ്ഷൻ വഴി തൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ആ ചെക്കനുണ്ടാകുന്ന നാണക്കേട് കാര്യങ്ങൾ ഇവർ ആലോചിച്ചിട്ടുണ്ടോ? കിച്ചുവിനുണ്ട്, അവനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്റ്റെപ്പ് മദറാണ്. അപ്പം സ്വന്തം അമ്മ കാണിക്കുകയാണെങ്കിൽ മാത്രം പ്രതികരിച്ചാൽ മതിയായിരിക്കുമല്ലോ. ഇത് പിന്നെ ഏത് വഴി പോയാലും അവനൊരു കുഴപ്പമില്ല എന്നുള്ളത് അവൻ്റെ പ്രവർത്തനം കൊണ്ട് തെളിയിച്ച കാര്യമാണ്. സോ കാണിക്കട്ടെ അല്ലേ, എന്തോരം കാണിക്കും, ഏറിപ്പോയി എന്ത് കാണിക്കും, ഇതൊക്കെ തന്നെയല്ലേ കാണിക്കട്ടെ, കാണേണ്ടവർ കണ്ടോളൂ. പുള്ളിക്കാരിക്ക് വരുമാനം ഉണ്ടായിക്കോട്ടെ. ഇനി ഈ വീഡിയോക്ക് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞാലും കമൻറ്റ് വഴി എന്നെ തെറി പറയാൻ വേണ്ടി വരണ്ട. ഞാൻ പറഞ്ഞു പുള്ളിക്കാരി കാണിച്ചോട്ടെ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. കാണിക്കൂ ചേച്ചി, കാണിക്കൂ. ആവശ്യമുള്ളവരെല്ലാം പോയി കാണൂ. ഇനിയിപ്പം എവിടെയൊക്കെ ചേച്ചീനെ കാണാം എന്നുള്ളത് നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം. അപ്പോൾ നമ്മൾ കണ്ടിട്ട് ഒത്തിരി ദിവസങ്ങളായി. അത് എന്തുകൊണ്ട് ഒത്തിരി ദിവസങ്ങളായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റ് ചെയ്യുക, നല്ലത് മാത്രം. അപ്പം മറ്റൊരു വീഡിയോ വരെ ബൈ.